ഏറെ പ്രിയപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുമക്കളെ, രക്ഷകർത്താക്കളെ, ഈ വേദിയിലിരിക്കുന്ന ഇവിടെ കഴിഞ്ഞ കുറേ സമയങ്ങളായി നമ്മുടെ ഈ പരിപാടിയിൽ 15ാമത് നടക്കുന്ന ഈ വാർഷിക ആഘോഷ പരിപാടിയിൽ പൂർണ്ണമായി നമുക്ക് മുന്നിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സ്വാഗതം ആശംസിച്ച ഇന്ദ്രജിത്ത് സാർ, പ്രിയപ്പെട്ട സതീഷ് കാവനാട് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനാണ്, ഏറെ പ്രിയപ്പെട്ട സജീവ് ചേട്ടൻ, പ്രിയപ്പെട്ട രഞ്ജിത്ത്, മുഹമ്മദ് സൂഫി, ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ജയകുമാർ, രാജേഷ്, ആരോമൽ, സോമനാഥ്, ഗിരീഷ് കുമാർ, ബിജുലാൽ, ശ്രീമതി ഗ്രീഷ്മ സജീവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പവൻസ് ട്യൂട്ടോറി ഇവിടെ ആരംഭിച്ചിട്ട് നമ്മുടെ ഈ മണ്ണിൽ തുടങ്ങിയിട്ട് 15 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ വിദ്യ അഭ്യസിച്ചു പോയ പല കുട്ടികളും ഇന്ന് നല്ല രീതിയിലുള്ള ജോലികൾ നേടിയിട്ട് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിൽക്കുന്നു എന്ന് അർത്ഥം വയ്ക്കാം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾ, +2 വരെയുള്ള കുട്ടികൾക്കാണ് ഇവിടെ ട്യൂഷൻ നൽകുന്നത്. ഈ കുട്ടികൾക്ക് കൃത്യമായി നമ്മൾ സ്കൂൾ പഠനത്തോടൊപ്പം ബാക്കിയുള്ള സമയങ്ങളിൽ ട്യൂഷൻ കൊടുക്കുക എന്ന് പറയുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാരണം കൂടെ നമുക്കുണ്ട്. ഇപ്പൊ സ്കൂളിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ അധ്യായങ്ങളും അതിന്റെ ഒരു റിവൈൻഡിങ് ആയിട്ട് നമുക്ക് ട്യൂട്ടോറിയൽ വരുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മൾ ക്ലാസ്സിൽ സ്കൂളിലൊക്കെ പോയിരിക്കുമ്പോൾ പലരും അലംഭാവത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ഓരോ ക്ലാസ്സുകളും ഒക്കെ ഒന്ന് ഉറക്കം തൂങ്ങി നമ്മൾ ഒരു ക്ഷമയോടൊക്കെ ഇരുന്നിങ്ങനെ പോകുന്നൊരു സാഹചര്യമാണ്. നമ്മളൊക്കെ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ട്യൂഷൻ സെന്ററിൽ ഇപ്പൊ ഞാനിപ്പോഴും എന്റെ ഒരു 10ാം ക്ലാസ്സിൽ ട്യൂഷൻ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സെന്റർ ഫോർ എക്സലൻസ് ആണ് തട്ടാമലയിൽ. അതിപ്പോ ഓർമ്മ വരികയാണ്. ഇതുപോലെയുള്ള ആഘോഷ പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ കൗമാരങ്ങൾ, നമ്മുടെ കുട്ടിക്കാലം, ജീവിതത്തിന്റെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജനിച്ച് 60ഓ 70ഓ അല്ലെങ്കിൽ 80ഓ വയസ്സ് ജീവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഏറ്റവും സുവർണ കാലഘട്ടം വിദ്യാഭ്യാസ കാലഘട്ടമാണ്. നമ്മൾ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ വളർന്നു വരുന്ന രീതികൾ, നമുക്ക് കിട്ടുന്ന ആ ട്യൂഷൻ നിന്നും കിട്ടുന്ന അറിവുകൾ നമ്മളെ സ്കൂൾ പഠനത്തോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ നല്ല രീതിയിൽ നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിച്ചേരുവാൻ വേണ്ടി കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ട്യൂഷൻ സെന്ററുകൾ പല ഭാഗത്തുമായി പ്രവർത്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ചുട്ടയിലെ ശീലം ചുടലവരെ എന്നാണ്. കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്വഭാവത്തിന്റെ വ്യതിയാനം എങ്ങനെയാണോ നമ്മളത് വളർന്ന് പന്തലിച്ച് നമ്മൾ ഭാവിയിലേക്ക് എത്തിച്ചേരുമ്പോഴും നമ്മുടെ ആ സ്വഭാവത്തിന്റെ ഒരു കണിക നമ്മളിൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചുട്ടയിലെ ശീലം, നല്ല ശീലത്തോടുകൂടി വളരുവാൻ നമ്മുടെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നല്ല ശീലത്തോടുകൂടി നല്ല സ്വഭാവത്തോടുകൂടി നമുക്ക് കിട്ടുന്ന സമയങ്ങൾ, നമുക്ക് അനുവദിച്ച സമയങ്ങളൊക്കെ, നമുക്ക് മുൻപേ ജനിച്ച ആളുകൾ, ഇവിടെയുള്ള പൂർവികരായിട്ടുള്ള പല ആളുകളും അന്ന് വിദ്യ അഭ്യസിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്കൂള് പോലും ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പൊക്കെ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒന്ന് നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇലയിലൊക്കെ എഴുതി, നമ്മൾ ഈർക്കിലൊക്കെ വെച്ച് നമ്മുടെ ഗുരുക്കന്മാരൊക്കെ എഴുതി കൊടുത്ത് ആയും അതിനുശേഷമുള്ള അക്ഷരങ്ങളൊക്കെ എഴുതി കൊടുത്താണ് പിന്നത് സ്ലേറ്റായി, പിന്നത് നോട്ട്ബുക്കുകളായി. ഇന്നിപ്പോ ആധുനിക രീതിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് കമ്പ്യൂട്ടർ വൽക്കരണം വരെ നമ്മുടെ മുന്നിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ, ഒരു ലാപ്ടോപ്പിന്റെ മുമ്പിൽ ചെന്ന് ഫീഡ് ചെയ്തിട്ട് അതെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിന് മുമ്പിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. എല്ലാ കുട്ടികളും വിദ്യാഭ്യാസം അഭ്യസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു വേളയിൽ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഇവിടെ നല്ല രീതിയിലുള്ള കായികപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇന്നലെയും ഞാൻ ഇവിടെ വന്നായിരുന്നു. ഒരുപാട് പരിപാടികൾ നടന്ന വേദികളാണ്. കായികപരമായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകണം. ഒരു വിദ്യാർത്ഥി പഠിത്തത്തോടൊപ്പം അവന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ദൈവവാസനയുണ്ട്. ദൈവം ഓരോരുത്തർക്കും, ചില ആളുകളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും, പക്ഷെ പഠിക്കാനൊക്കെ അവർ ഇത്തിരി ഉളപ്പായിരിക്കും, നല്ല ഹാൻഡ് റൈറ്റിംഗ്. ചില ആളുകളൊക്കെ കളിക്കാനൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും, പക്ഷെ പഠിക്കാൻ കുറച്ച് ഉളപ്പായിരിക്കും. ചില ആളുകൾ നല്ലതുപോലെ പഠിക്കും, പക്ഷെ വേറെ ഒന്നിനും, ഒരു കാര്യത്തിലും, ഒരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കത്തില്ല. അപ്പൊ ഓരോരുത്തർക്കും ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് നമ്മൾ നേടിയെടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മളിൽ ഉണ്ടാകണം.
ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് 2-3 ഉപദേശം തരാനുള്ള ചുരുക്കി പറയാം. ഇന്നത്തെ ദിവസം നമ്മൾ ഈ കാലഘട്ടം ലഹരി എന്ന് പറയുന്ന വലിയൊരു കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിച്ചു പോകുന്നത്. കൊച്ചുകുട്ടികൾ വരെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളുടെ ബാഗുകൾ ചില സ്കൂളുകൾ, എല്ലായിടത്തും അല്ല, ചില സ്കൂളുകൾ പരിശോധിച്ചാൽ നമ്മൾ കൂട്ടുകെട്ടിലൂടെ തെറ്റിലോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പവൻസിൽ പഠിക്കുന്ന കുട്ടികൾ ആരും അങ്ങനെ പോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആരും പോവുകയും ചെയ്യരുത്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരെയോ മാതാപിതാക്കളെ അറിയിച്ചുകൊണ്ട് അവരെ തെറ്റിൽ നിന്ന് പിന്മാറ്റാനുള്ള ശ്രമം നടത്തണം. ഞാൻ ഈ പറയാൻ കാരണം, കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശത്ത് ഹനാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ചെറുപ്പക്കാരൻ ചെയ്ത ഒരു ക്രൂരകൃത്യം എന്ന് പറയുന്നത് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരു കുടുംബത്തിലെ 5 പേരെ കൊന്നത്. ഒരു കുടുംബത്തിലെ 5 സഹോദരങ്ങൾ ഉൾപ്പെടെ, മാതാവ് ഉൾപ്പെടെ, അച്ഛന്റെ അമ്മ ഉൾപ്പെടെ 5 പേരെ കൊന്നത്. എന്തിനാ കൊന്ന? ലഹരിക്ക് വേണ്ടിയിട്ടാ. ലഹരി കഴിച്ച് ലഹരിക്ക് അടിമപ്പെട്ട് ലഹരി കിട്ടാതാകുമ്പോൾ ഒരു വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ആളുകളിൽ ഒരു ഭ്രാന്തുണ്ടാകും. അത് കിട്ടുന്നത് വരെ ആ കൈ കാലുകൾ ഇങ്ങനെ വിറയ്ക്കുക, മാനസിക നില അതിർത്തിയിലോട്ട് പോവുക. അപ്പൊ ആ ഒരു സാഹചര്യം നമുക്കറിയാം. മദ്യം കഴിക്കുന്ന ആളുകൾക്ക് ആ മദ്യം കിട്ടാതാകുമ്പോൾ അസ്വസ്ഥത. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഒരു വിഷയം ഈ കേരളം മാത്രമല്ല നമ്മുടെ രാജ്യത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു സംവിധാനമാണ്. ആ ഒരു വിഷയം ഹനാൻ എന്ന് പറയുന്ന ആ ഒരു വിദ്യാർത്ഥി സ്വന്തം കൂടപ്പിറന്ന സ്വന്തം അനിയന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 9 മാസം ഗർഭം ചുമന്ന മാതാവിന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. തന്റെ പിതാവിന്റെ അമ്മയുടെ കഴുത്തിൽ കത്തിവെച്ചു. അതുകൂടാതെ കാമുകിയെ വിളിച്ചു വരുത്തി കസേരയിലിരുത്തി നെഞ്ചത്ത് കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തി. അങ്ങനെ 5 പേരെ കൊന്നിട്ടാണ് ആ പയ്യൻ ജയിലിലായപ്പോൾ പിതാവ് ഗൾഫിൽ നിന്ന് കടന്നു വന്നപ്പോൾ തന്റെ മകൻ ജയിലില്ല, ബാക്കിയുള്ള മക്കളും ഭാര്യയും അതുപോലെ തന്നെ മാതാവും മരണപ്പെട്ടിരിക്കുന്നു. എന്ത് വിലാപയാത്രയോടുകൂടിയാണ് ആ നാട് ആ പ്രവാസിയായ ആ ജ്യേഷ്ഠനെ സ്വീകരിച്ചത്. നമുക്ക് എല്ലാവർക്കും കണ്ണീരോടുകൂടിയാണ് ആ ഒരു വാർത്ത നമ്മൾ കേട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ലഹരി അത് ചുട്ടയിലെ നമ്മളത് നിർത്തലാക്കണം. ഒരു ചെറിയൊരു ലഹരി പോലും, നമ്മളൊരു ചെറിയൊരു തീക്കമ്പ് പോലും എടുത്ത് നമ്മൾ കയ്യിൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഓരോ മനുഷ്യനും ഒരു ലഹരി ഉപയോഗിക്കുമ്പോൾ അവന്റെ ശരീരത്തിനകത്തുള്ള മുഴുവൻ, നമുക്കറിയാം ഓരോ അവയവങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള കഴിവുകളുണ്ട്. ഇപ്പൊ മൂക്കിന് നമുക്ക് മണപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. നാവിന് സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഈ നാവ് കൊണ്ട് നമ്മൾ മദ്യം കഴിക്കുമ്പോൾ ആ നാവിന്റെ ടേസ്റ്റ് പോവുകയാ, അവന് സംസാരിക്കാൻ വയ്യാതാവുകയാ, ഓർമ്മശക്തി പോവുകയാ. അങ്ങനെ ലഹരി കഴിച്ചുകൊണ്ട് ഒരാൾ പോലും നന്നായിട്ടില്ല, എല്ലാവരും നശിച്ചേ പോകൂ. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ, ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എനിക്ക് തന്ന ഏറ്റവും വലിയ സന്ദേശം, ഒരു കാരണവശാലും ലഹരി നമ്മൾ കൈകൊണ്ട് തുടരുത്. നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെ ഇവിടെ പറഞ്ഞു വിടുന്നത്. നമുക്ക് അധികം വിദ്യാഭ്യാസം തന്നുകൊണ്ട് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടിയിട്ട്, നല്ല ജോലി കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് വേണ്ടിയുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ട്യൂഷൻ സെന്ററുകളിലേക്ക് കടത്തിവിടുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇവിടെ ഇരിക്കുന്നവരെല്ലാം പറഞ്ഞു കാണും. നമ്മുടെ രാജ്യം നമുക്ക് റിപ്പബ്ലിക് ആയിട്ട് നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26 ഇത് ജനുവരി 26 ഇന്നത്തെ ദിവസം. വലിയൊരു പ്രത്യേകതയാ നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു സാഹോദര്യം, മതസൗഹാർദ്ദം. എല്ലാ രാജ്യങ്ങളും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിച്ചാൽ മതി. ഓരോ രാജ്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. അറേബ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സമൂഹത്തിന് ഡിപ്പെൻഡ് ചെയ്തു പോകുന്ന രാജ്യമാണ്. അതുപോലെ നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളായ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു മതശൈലിയിൽ പോകുന്ന രാജ്യമാണ്. അതുപോലെ നേപ്പാൾ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ ആചാരങ്ങൾ പിൻപറ്റി പോകുന്ന രാജ്യമാണ്. അതുപോലെ ഇസ്രായേൽ ജൂതന്മാർ എന്ന് പറയും, ജൂതന്മാർ ആ രാജ്യത്തുള്ളത്, അവരുടെ വിശ്വാസ പ്രമാണമാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ബുദ്ധനും പാർസനും സിഖനും ജൈനനും ജൂതനും, മതമുള്ളവനും മതമില്ലാത്തവനും, കറുത്തവനും വെളുത്തവനും, പാവപ്പെട്ടവനും പണക്കാരനും ഒരുമയോടുകൂടി ജീവിക്കുന്ന ലോകത്ത് ഒരേ ഒരു രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യമാണ്. ആ ഇന്ത്യയുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത റിപ്പബ്ലിക്കായിട്ട് നമ്മുടെ ആ ഒരു ഭരണഘടന തയ്യാറാക്കിയത് മുഴുവൻ ആളുകൾക്കും സമത്വം, ഒരാളെ പോലും മാറ്റി നിർത്താൻ പാടില്ല, മുഴുവൻ ആളുകൾക്കും സമത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ലോകം കണ്ട ഏറ്റവും നല്ല ഭരണഘടന തയ്യാറാക്കിയ 7 അംഗ സമിതിയിലെ അതിന്റെ അധ്യക്ഷനാണ് ഡോക്ടർ അംബേദ്കർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഈ ദിവസവും നമ്മുടെ ഒരു മതസൗഹാർദ്ദം, എല്ലാ മതങ്ങളിലെയും കുട്ടികൾ ഒരുമയോടുകൂടി പോകുന്ന നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പ്രത്യേകിച്ച് വിദ്യാഭ്യാസമായി മുന്നിൽ നിൽക്കുന്ന, മതേതര സ്വഭാവം മുന്നിൽ നിൽക്കുന്ന ഈ കേരളത്തിൽ
നമുക്ക് നല്ല രീതിയിൽ വളർന്ന് ഭാവിയിലെ തലമുറകളായി നിങ്ങളൊക്കെ ഈ നാടിനെ നയിക്കുവാനും ഈ നാടിന്റെ വിവിധ മേഖലകളിൽ ഡോക്ടറും എഞ്ചിനീയറും അതുപോലെ തന്നെ രാജ്യത്തിന്റെ നമുക്ക് ഈ നേതൃത്വം നൽകുന്ന പല പദവികളിലും എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ആഘോഷ പരിപാടിക്ക് ഇവിടെ കായികപരമായിട്ട് പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും വിജയിച്ചവർക്കും പരാജയപ്പെട്ടവരാണ് എന്നും ചരിത്രം എഴുതിയത് പരാജയപ്പെട്ടവരാ, വിജയിക്കുന്നവരല്ല. അത് ശ്രദ്ധിക്കണം. പരാജയപ്പെട്ടവരാണ് അവർ വിജയിക്കുവാൻ വേണ്ടിയിട്ട് അടുത്ത പടി നമ്മൾ വിജയിക്കാന്നുള്ള ഒരു മുൻതൂക്കം നമ്മളിൽ ഉണർവ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.